ഹായ്. സോ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എഗെയിൻ. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു ഹെയർ വാഷ് ഡേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഹെയർ വാഷിന് വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു സിറമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ഫ്രം മിനിമലിസ്റ്റ് ആൻറ്റി ഡാൻഡ്രഫ് സിറം OPH കോംപ്ലക്സ് ഒലിഗോപെപ്റ്റൈഡ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. സോ പക്ഷേ ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് ഞാനിതിന് റിവ്യൂ പറയാമെന്ന് പറഞ്ഞു അല്ലേ. എനിക്ക് യൂസ് ചെയ്തിട്ട് വലിയ ഗുണമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഇതുകൊണ്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനമല്ല കേട്ടോ. കാരണം എനിക്ക് യൂസ് ചെയ്യുന്ന അന്നത്തെ ദിവസം ഡാൻഡ്രഫ് പോകുന്നതായിട്ട് തോന്നും, പക്ഷെ നെക്സ്റ്റ് ഡേ ഓൺവേഴ്സ് അത് തിരിച്ചു വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സോ വലിയ ഗുണമായിട്ടും തോന്നുന്നില്ല. പിന്നെ 500 രൂപ കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ട് എനിക്കിത് കളയാനും പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച് തീർക്കും. അപ്പം ഞാൻ ഓർത്തു ഇതൊന്നും ഇട്ടിട്ട് ഇന്ന് നാച്ചുറൽ ഷാമ്പു നമ്മുടെ ചെമ്പരത്തി താളി വെച്ചിട്ട് തല ഹെയർ വാഷ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. സോ ഞാൻ ചെമ്പരത്തിയിലയും ചെമ്പരത്തിപ്പൂവും ഇന്നലെ ഇങ്ങനെ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഷാമ്പൂവിൻ്റെ കൺസിസ്റ്റൻസി ഇത് കിട്ടും. അത് വെച്ചിട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഞങ്ങൾ നമ്മുടെ അഴീക്കൽ കാർണിവൽ നടക്കുന്നുണ്ട്, അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്സും ഞാൻ ആഡ് ചെയ്തേക്കാം. സോ എനിവേ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വീഡിയോ. ബിഫോർ ദാറ്റ് വെയിറ്റ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇറ്റ്സ് മീ ഭാവന. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ റൈറ്റ്. വല്ലപ്പോഴും നമ്മുടെ നാച്ചുറൽ ഷാമ്പൂസൊക്കെ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതാണ് ഗൈസ്. ഞാൻ ഇന്നിവിടെ ചെമ്പരത്തിത്താളിയാണ് കേട്ടോ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടുക. അപ്പം അതിനു മുമ്പായിട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ ഒരു സിറം, അത് വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ ഹെഡൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ വീക്ക്ലി വൺസ് ചെയ്യേണ്ടതാണ്. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം എന്നുദ്ദേശിക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ. എങ്കിലും നമ്മളുടെ ബോഡിക്കും നമ്മൾ കുറച്ച് നേരം ഒന്ന് കെയർ കൊടുക്കണ്ടേ. നമ്മുടെ ഈ 9 to 5 ജോബിലും കുറേ തിരക്കുകളുടെ ഇടയിലും നമ്മളെ തന്നെ ചിലപ്പോൾ മറന്നു പോകും. അപ്പം നമ്മുടെ ബോഡിക്ക് നമ്മളല്ലാതെ വേറെ ആരല്ലേ കെയർ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നല്ലതുപോലെ ഞാൻ മുടിയൊക്കെ താഴെ കുനിച്ചിട്ടിട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് ഹെഡ് മസാജ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് നടക്കുന്നെങ്കിൽ അല്ലേ. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടെ വെച്ചിട്ട് മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഗൈസ്, ഞാൻ അപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് ടു ഷെയർ വിത്ത് യു സംതിങ്. ദിസ് വൺ നുവ പാഡ്സ്. ഇപ്പം നുവ പാഡ്സിനെ കുറിച്ച് അറിയാത്തവരായിട്ട് എനിക്കറിയില്ല ആരൊക്കെയുണ്ടെന്ന്. പ്രൊമോഷണൽ വീഡിയോ അല്ല കേട്ടോ, അത്രയ്ക്കൊന്നും കിട്ടാറായിട്ടില്ല. പക്ഷെ എനിക്കെന്തോ നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. വൺ ഓഫ് ദ ബെസ്റ്റ് പാഡാണ് ഞാൻ സോഫാർ യൂസ് ചെയ്തിരിക്കുന്നതിൽ. എനിക്ക് ബാക്കി കുറേ യൂസ് ചെയ്ത് എനിക്ക് നമുക്ക് അലർജിക് ഇറിറ്റേഷൻസ് ഒക്കെ വരും. പക്ഷേ ഇത് ട്രസ്റ്റ് മീ, ഇത് നല്ല സാധനമാണ് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ മന്ത്ലി ഇന്ന ഡേറ്റിൽ ഇത് വരണം എന്ന് കസ്റ്റമൈസ് ചെയ്യാം, അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം നമ്മൾ മറന്നു പോകല്ലേ. സമയമാകുമ്പോഴായിരിക്കും നമ്മുടെ സാധനം കാണത്തില്ല, പിന്നെ ഓട്ടമായിരിക്കും. ഒന്നാമത് ആ ഒരു ടൈമിൽ പ്രാന്താകും. പക്ഷേ ഇതെന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാം. ഇന്ന ഡേറ്റിൽ നമുക്ക് വേണമെന്ന് പ്രീ ഓർഡർ ആയിക്കോളും. ഓട്ടോമാറ്റിക്കലി ഓട്ടോ ഓർഡർ ആയിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാം. ഓൺലൈൻ പേയ്മെൻറ്റും ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത്ര സെറ്റ് ഓഫ് പാഡ്സ് ആണുള്ളത്. ഇത് ഹെവി ഫ്ലോയ്ക്ക്, മീഡിയം ഫ്ലോയ്ക്ക്, ലൈറ്റർ ഫ്ലോയ്ക്ക്, അങ്ങനെ 3. ഇത് എത്ര എണ്ണം വേണം എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് അതനുസരിച്ചിട്ടായിരിക്കും ഇതിന് റേറ്റ് വരുന്നത്. നമ്മൾ എത്ര എണ്ണം വേണമെന്ന് സെറ്റ് ചെയ്യുന്നതനുസരിച്ച്. നല്ല പാഡാണ്. ഞാനിത് ആക്ച്വലി ഇപ്പം ഞാനൊരു 3-4 ഇയേഴ്സായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല കംഫർട്ടബിളാണ്. പിന്നെ അത്ര സ്മെല്ലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ബെസ്റ്റ് പാഡാണിത്. സോ 100% ടോക്സിക് ഫ്രീ. ഇപ്പോൾ ഇവർക്ക് കുറേ പ്രോഡക്റ്റ്സ് ഇറങ്ങുന്നുണ്ട്. വേറെ പീരിയഡ് പാച്ചസ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ക്രാംസ് വരുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ഇപ്പോൾ ഇവർക്കുണ്ട്. ഞാൻ വാങ്ങുന്ന സമയത്ത് പാഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഒക്കെ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാം. ആർക്കെങ്കിലേക്ക് ഉപയോഗമാകട്ടെ എന്ന് വിചാരിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ സിറമൊക്കെ തേച്ച് തലയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചെമ്പരത്തിത്താളി വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ എന്തായാലും സിറം കുറച്ച് നേരം തലയിലിരിക്കണം. എങ്കിൽ പിന്നെ എൻ്റെ ബെഡൊന്ന് സെറ്റാക്കാമെന്ന് കരുതി. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ബെഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഇത് ഒരു പ്രാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തതായിരുന്നു കേട്ടോ. പിന്നെയും ഞാൻ അവിടെ ഇരുന്നിരുന്ന് അവിടെയുള്ള സാധനങ്ങളെല്ലാം പിറക്കി എൻ്റെ മുകളിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാണ്. സോ ആക്ച്വലി ഇന്ന് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇറ്റ്സ് January 1st ആണ്. പക്ഷെ ഈ വീഡിയോ എടുത്തത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സൺഡേ
ഓഫ് 2024 വീഡിയോ ആണിത് കേട്ടോ. ഞാനൊന്ന് അപ്ലോഡാക്കാൻ ലേറ്റ് ആയതാണ്. പേടിക്കണ്ട, ന്യൂ ഇയറിൻ്റെ വ്ളോഗ് താമസിക്കാതെ തന്നെ അപ്പാവും എൻ്റെ ചാനലിൽ. അപ്പം ഇത് ഞാൻ ബെഡ്ഷീറ്റൊക്കെ എനിക്ക് വൈറ്റ് ബെഡ്ഷീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കബേർഡിൽ ആക്ച്വലി വൈറ്റ് ബെഡ്ഷീറ്റ്സ് കുറച്ച് കൂടുതലുണ്ടാകും വീട്ടിൽ കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് കൊണ്ടുവന്ന ഒരു ബാഗ് അവിടെ ഇരിക്കുന്നുണ്ടോ, അതിലും കുറേ ഡ്രസ്സസ് ഉണ്ട്. അതെനിക്കൊന്ന് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ്. എന്നിട്ട് ഞാൻ തിരിച്ചത് മിക്കവാറും ട്രിവാൻഡ്രം തന്നെ കൊണ്ടുപോകും. അങ്ങനെയാണ് പതിവ്. കാരണം ഞാൻ മറന്നു ഇത് അവിടെ ഇരിക്കുന്നുള്ള കാര്യം. അങ്ങനെ പീപ്സ് ഞാൻ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പോസിറ്റീവ് മൂഡൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. അത് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ കാർണിവലിന് പോകാൻ റെഡി ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അഴീക്കൽ ബീച്ച് കാർണിവൽ കാണാനായിരുന്നു. അപ്പം നല്ലൊരു 3:30 ടൈമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ബ്ലോക്ക് ഉണ്ടാവുമെന്ന് അറിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനാണ് ഡ്രൈവ് ചെയ്തത്. സോ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു 3 years ബാക്കാണ് ഞാൻ ശരിക്കും ഇവിടെ ബീച്ചിൽ അഴീക്കൽ ബീച്ചിൽ പോയത്. പിന്നെ ഞാൻ അതിന് ശേഷം പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അവിടെ ഒരു കാർണിവലൊക്കെ നടക്കുന്നുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അനുബന്ധമായിട്ടൊരു കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓച്ചിറ വഴിയിട്ടാണ് പോകുന്നത്. ആൻഡ് ഈ അഴീക്കൽ അറിയാത്തവരൊക്കെയായി ആക്ച്വലി ഇത് കൊല്ലത്ത് ഉള്ളൊരു ബീച്ചാണ് കേട്ടോ. പ്രോപ്പർ കൊല്ലമല്ല എങ്കിലും കൊല്ലത്തിൻ്റെ ഒരു ഭാഗമാണ് അഴീക്കൽ. സോ നമ്മൾ ഓച്ചിറ ടെമ്പിൾ അറിയാത്തവരായിട്ട് ആളുണ്ടാവുമല്ലേ. സോ ആക്ച്വലി ഓച്ചിറ ഒരു അമ്പലമാണ്, ഫേമസ് ആണ്. സോ അത് വഴി പോകുന്നിടത്ത് അവിടെ ഫുട്ബോൾ ടൂർണമെൻ്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് കണ്ടോ, സൂര്യൻ നല്ല നമ്മുടെ ഉച്ചയുടെ മുകളിലുണ്ട് സൂര്യൻ എന്ന് പറയില്ലേ, അതുപോലെ. അപ്പോൾ ആ ഒരു ഭാഗത്താണ് അമൃതപുരി, അമൃതാനന്ദമയുടെ സ്ഥലമാണത്. നമ്മുടെ അമൃത എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ നിൽക്കുന്നത് അവിടെയാണ്. അപ്പോൾ ആ വഴിയാണ് ആക്ച്വലി നമ്മൾ പോകുന്നത്. അവിടെ അടുത്തായിട്ടാണ് അഴീക്കൽ ബീച്ചുള്ളത്. നമ്മൾ ബീച്ച് എത്താറായിട്ടുണ്ട്. അപ്പോൾ എത്താറാകുമ്പോൾ തന്നെ നമുക്ക് കാണുന്നുണ്ടല്ലേ, ബീച്ച് കടലൊക്കെ നല്ല പോലെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് എൻ്റെ കൂളിംഗ് ഗ്ലാസ് എടുക്കാനും മറന്നുപോയി. എനിക്ക് മൈഗ്രെയിനും ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ. പക്ഷെ വ്യൂ അത് അടിപൊളിയായിരുന്നു. പിന്നെ കാർണിവലിന് പോയപ്പോൾ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായി. ഒട്ടകവും കുതിരയും പിന്നെ കുറേ ഫുഡ് സ്റ്റോൾസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തി. ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് വേറൊരു സ്ഥലമാണ്. അത് ഇവിടുന്ന് തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഈ ഒരു വെയിലത്തും വരുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കണ്ടു ഇത്രയും ആൾക്കാർ ആ ഒരു 3:30 മണിയായപ്പം ഈ ബീച്ചിലുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറേ കാറ്റാടിയും പിന്നെ ബബിൾസ് വരുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നടന്നു പോയപ്പോഴാണ് പാനിപ്പൂരിയുടെ ഒരു കട കണ്ടത്. അപ്പം അമ്മയും അനിയനും ഇതുവരെ പാനിപ്പൂരി ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അവർക്ക് വാങ്ങിക്കൊടുത്തു. അപ്പം അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടതൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ കുറേ കുതിര സവാരിക്കുള്ള കുതിരയും പിന്നെ ഒട്ടകം ഉണ്ടായിരുന്നു കേട്ടോ. കുതിരേനെ കണ്ടിട്ടുണ്ടെങ്കിലും ഒട്ടകത്തിനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. എനിക്ക് രാജസ്ഥാനിൽ പോയിട്ട് ഒട്ടകത്തിനെ കാണണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷെ അതിനു മുമ്പേ ഞാൻ ഇവിടെ കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായി. അതിൻ്റെ മുകളിലൊക്കെ കയറി നമുക്ക് പോകാൻ പറ്റും. അപ്പം ഞാൻ അതിനൊന്നും ട്രൈ ചെയ്തില്ല. പക്ഷെ അതങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നല്ലോണം അതിനെ ഒരുക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കടലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കടൽ മണ്ണ് ബ്ലാക്ക് കളറിലാണ് കേട്ടോ. സാധാരണ നമ്മുടെ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പം അവിടുത്തെ സാൻഡ് എന്ന് പറയുന്ന ഒരു ബ്രൗൺ അങ്ങനെയല്ലേ. ഇവിടുത്തെ കണ്ടോ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നല്ലേ. നല്ല വെയിലായിരുന്നു കേട്ടോ. എനിക്ക് വെയിൽ പറ്റത്തേ ഉണ്ടായിരുന്നില്ല. ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുക്കാനും മറന്നുപോയി. പിന്നെ വന്ന സ്ഥിതിക്ക് നമുക്ക് വൈബ് എൻജോയ് ചെയ്യുക എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ നേരം ബീച്ചിലൊക്കെ നിന്നു. നല്ല കാലൊക്കെ നനഞ്ഞു. ആ ചൂടത്തെ കാലിലോട്ട് നല്ല തണുത്ത വെള്ളം വരുമ്പം നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. കുറേ നേരം ബീച്ചിലൊക്കെ പോയി നിന്നു. അപ്പം തന്നെ ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. പിന്നെ ഓർത്ത് സൺസെറ്റും കൂടെ ഒക്കെ കണ്ടിട്ട് നമുക്ക് പയ്യെ പോകാൻ. ഇനിയും അവിടെ കാണാൻ കുറേ കിടപ്പുണ്ട്. സ്കൈ വീലും പിന്നെ അങ്ങനത്തെ കുറേ നമുക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബീച്ചിൽ കുറേ നേരമൊക്കെ നിന്ന് കഴിഞ്ഞപ്പം ബജി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കാടമുട്ട കണ്ടു. നമ്മുടെ ഡംപ്ലിങ്സ് ഇല്ലേ, ഡംപ്ലിങ്സ് എന്നല്ലേ ഇതിന് പറയാം, ഫ്രൂട്ട്സൊക്കെ കൂടെ ഒരു ഷുഗർ കോട്ടിങ് വരുന്ന അതേപോലെ നമ്മുടെ കാടമുട്ട ബജി കമ്പേ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നോർമൽ ബജിയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ ആ വഴി പോയപ്പോഴാണ് ബട്ടർ ഗുൽക്കണ്ട് കണ്ടത്. ഇത് കേട്ടിട്ടുള്ളവർ ആരൊക്കെയുണ്ട്? ഞാനിത് ബാംഗ്ലൂർ മാത്രമേ കിട്ടൂന്നേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ട്രൈ ചെയ്തു. അത്ര മധുരം ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഭയങ്കര മധുരമാണ് ഐസ്ക്രീം ഇടുന്നതെന്ന്. ബട്ടർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല. ആ കഴിക്കേണ്ട ആവേശത്തിൽ ഞാനതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അത് മിക്സ് ആക്കിയിട്ട് വേണം കഴിക്കാമെന്ന് പറഞ്ഞു നല്ലതുപോലെ. പിന്നെ ഞങ്ങൾ സ്കൈ വീലിൽ കയറി. എത്ര പ്രാവശ്യം എന്നറിയാം ഒരു റൗണ്ട് ചെയ്യിപ്പിച്ച് സ്കൈ വീൽ നമുക്ക് ഫുൾ വ്യൂ കാണാം. അതാണ് അഴീക്കൽ പാലവും പിന്നെ അത് ലൈറ്റ് ഹൗസും. നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ നമുക്ക് നടക്കാനായിട്ടൊരു പാലം പോലെയുണ്ട്.
അവിടെ കൂടെ കുറേ നടന്നു. അപ്പോൾ ഇതാ സൺസെറ്റിനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്, ഒരു 5 മണി 5:30 ആയിരുന്നു തോന്നുന്നു അപ്പോഴേക്കും. അപ്പോൾ ഞങ്ങൾ കുറേ നേരം പിന്നെ അവിടെയൊക്കെ നിന്നപ്പോൾ ഇതാ ബോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു, കുറേ ബോട്ട് ഉണ്ടായി, പിന്നെ കുറേ ആൾക്കാരുണ്ടായിട്ടോ. ആ സമയമായപ്പോഴത്തേക്കും പറയണ്ട, ആൾക്കാരെ കൊണ്ട് തട്ടി മുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, അത്രമാത്രം ആൾക്കാരുണ്ടായിരുന്നു. ബീച്ച് എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആണ് കേട്ടോ. മൗണ്ടെയ്ൻസ് ഓർ ബീച്ചസ് എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ബീച്ചായിരിക്കും ചൂസ് ചെയ്യുക കൂടുതലും. മൗണ്ടെയ്ൻസും ഇഷ്ടമാണ്, പക്ഷേ എങ്കിലും മൗണ്ടെയ്ൻസിനേക്കാളും കൂടുതൽ എനിക്ക് ബീച്ചായിരുന്നു ഇഷ്ടം. ബീച്ചിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാ പാലം, ഇനി നമുക്ക് തിരിച്ചു പോകുമ്പോൾ ആ പാലത്തിൽ കൂടെയാണ് കേട്ടോ പോവാറ്. അപ്പം വൈകുന്നേരം ആ ഒരു സന്ധ്യ സമയമൊക്കെ ആയി, സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിത്തെ വ്യൂ കിടുമായിരിക്കും, പക്ഷെ ഞങ്ങൾ അത്ര ഇരുട്ടാൻ വേണ്ടിയിട്ടൊന്നും നിന്നിരുന്നില്ല. അപ്പോൾ ഇതാ ലൈറ്റൊക്കെ ഇവിടെ തെളിയിച്ചു. നമ്മൾ നേരത്തെ പോയപ്പോൾ ഇവിടെ ഒന്നും ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. ഇതാണ് അഴീക്കൽ പാലം. ഇവിടെയും കണ്ടു സൈഡിൽ ഇങ്ങനെ കുറേ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ കുറേ ആൾക്കാർ റീൽസും ഫോട്ടോസും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറുണ്ട്. അമ്മ അതൊരു ഫേമസ് ആയിട്ടുള്ളൊരു പാലാണിത്. ഹലോ ഗായ്സ്, സോ ഞങ്ങൾ അഴീക്കലൊക്കെ പോയി, നിങ്ങൾ കണ്ടതല്ലേ. വെട്ടം ഭയങ്കരമായിട്ടുണ്ടെന്ന് തോന്നുന്നു, സോറി. ഞാൻ വലിയ റിംഗ് ലൈറ്റൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റാക്കാം കേട്ടോ. അതിപ്പം എന്താണെന്തോ ചെയ്യണമില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, കുറച്ച് നേരം യൂട്യൂബ് നാളത്തേക്കുള്ള വീഡിയോ സെറ്റാക്കാനുണ്ട്, അതൊക്കെ ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഇതുവരെ ബൈ.